കൃഷ്ണ, ഇന്ന് നമുക്ക് കാർത്തവീര്യാർജുനൻ എന്ന മഹാനായ ഒരു രാജാവിനെ കുറിച്ച് കേൾക്കാം. യയാതിക്ക് ദേവയാനിയിൽ ഉണ്ടായ പുത്രനാണ് യദു. യദുവിന്റെ വംശപരമ്പരയിൽ വിഷ്ണു ഉണ്ടായി. വിഷ്ണുയുടെ വംശത്തിലാണ് ഹേഹേ രാജ്യത്ത് മഹിഷ്മതി നഗരത്തിൽ അതികീർത്തിമാനായ കാർത്തവീര്യാർജുനൻ എന്ന യദുവംശ തിലകമായ രാജാവ് പിറന്നത്. അദ്ദേഹം ദത്താത്രേയ മഹർഷിയെ പ്രീതിപ്പെടുത്തി 1000 കൈകളും അഷ്ടൈശ്വര്യവും നിത്യയൗവനവും അജയ്യമായ ശക്തിപ്രഭാവവും വരമായി വാങ്ങി. അതുകൂടാതെ ശ്രീഹരിയുടെ കയ്യാൽ തന്നെ മരണവും ദത്താത്രേയ മഹർഷി കാർത്തവീര്യാർജുനന് നൽകി. അതിനുശേഷം അനേകം യാഗങ്ങൾ നടത്തി അദ്ദേഹം പുണ്യവും പുരുഷാർത്ഥവും ആർജിച്ചു. ഇങ്ങനൊരു രാജാവ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന ഖ്യാതിയും നേടി. 10 ഭാര്യമാരിൽ കൂടി 105 പുത്രന്മാരും അദ്ദേഹത്തിനുണ്ടായി. ഈ കാർത്തവീര്യാർജുനനാണ് പിന്നീട് പരശുരാമന്റെ ശത്രുവായി മാറിയത്. അതെങ്ങനെയെന്ന് നമുക്ക് നാളെ കാണാം. അതിനു മുമ്പ് നമ്മുടെ രാവണൻ ഈ കാർത്തവീര്യാർജുനാൽ പരാജയപ്പെടുന്നൊരവസ്ഥയുണ്ടായി. അതും നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.